नमस्ते बच्चों। चलो हम देखेंगे मैंने कहा पेड़ अंग्रेजी के, जो हमने पिछले क्लास में तो आधा भाग लिया था। आगे हम 3 और पंक्तियां हैं देखेंगे हम, ठीक है। तो मैंने कहा पेड़ किसने लिखा है? अंग्रेजी ने लिखा है। पेड़ के बारे में अंग्रेजी पेड़ से ही पूछ रहे हैं। बहुत सारे प्रश्न पेड़ से पूछ रहे हैं और पेड़ की प्रशंसा कर रहे हैं, ठीक है। तो हमने पिछले क्लास में ये सब देख लिया था। एक आदमी पेड़ से पूछ रहे हैं कि आप इतने बहुत सालों से ऐसे खड़े हैं, बारिश है, गर्मी है और इतनी तूफ़ान आती हैं, फिर भी आप बिना झुके ऐसे खड़े रहे हैं। പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്। तो हमने ये सब देख लिया। इतना ऊंचा होकर भी आप अब कभी भी नहीं झुकते, कितना सुंदर हो आप। सभी को, हम सभी प्राणियों को आपसे ही बहुत मदद मिलते हैं। जैसे उन्हीं की ऑक्सीजन से हम जीवित रहते हैं। एक पेड़ की एक भी भाग फालतू नहीं जाता। सभी चीज़ों का हम उपयोग करता है। फिर भी पेड़ कह रहा है कि मैं कुछ नहीं हूँ, मेरा कोई श्रेय नहीं है। महान व्यक्ति ही ऐसा कह सकते हैं। बड़े बड़े व्यक्ति, ऐसे शिक्षित व्यक्ति लोग ऐसे कहेंगे कि हम कुछ भी नहीं हैं, और भी सीखने के लिए बहुत कुछ है, ठीक है। तो हमने ये सब लिया है। मैंने कहा पेड़ तुम इतने बड़े हो, कितने खड़े हो, न जाने कितने 100 बरसों के आंधी पानी में सिर ऊंचा किए अपनी जगह अटे हो। सूरज उगता डूबता है, चांद भरता चीजता है, ऋतुएं बदलती हैं, मेघ उमड़ता पसीजता है, और तुम सब सहते हुए, संतुलित शांत धीर रहते हुए, विनम्र हरियाली से ढके पर भीतर ठोठ खठेट खड़े हो। कांपा पेट मर्मरित पत्तियां भोली मानो नहीं नहीं नहीं, झूठा श्रेय मुझे मत दो, मैं तो बार बार झुकता गिरता उखड़ता, या कि सुख ठूट होके टूट जाता। यहीं से हम लेंगे, या कि सूख ठूट होके टूट जाता। तो पेड़ कह रहे हैं कि आपने जो श्रेय मुझे दिया है मुझे नहीं चाहिए, मेरा कोई गुण नहीं है, सब दूसरों के दिए हुए जीवन है ये, ठीक है। അത് പറയാണ്, എനിക്ക് ഈ ഒരു കോംപ്ലിമെൻ്റ് ഒന്നും വേണ്ട, ഞാനും കുറേ പ്രാവശ്യം വീണിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കും കുറേ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറയാണ്। कभी कभी सूख टूट हो के टूट जाता है, सूखा होने के कारण मैं टूट कर गिर जाता हूँ। श्रेय है तो मेरे पैरों तले इस मिट्टी को। अगर आप श्रेय देना चाहते हैं, अगर आप श्रेय देना चाहते हैं तो मिट्टी को दो। കോംപ്ലിമെൻ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആർക്കാ കൊടുക്കേണ്ടത്? മിട്ടി, എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ മണ്ണിനാണ് കൊടുക്കേണ്ടത്. श्रेय है तो मेरे पैरों तले इस मिट्टी को दो ना പറയുന്നത് ഇവിടെ അല്ലേ? ശ്രേയ है, अगर कोई किसी का श्रेय है तो, ആർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാ ചെയ്ത്? മിട്ടിയാണ് ചെയ്തതെന്ന് പറയാം. तो मेरे पैर, എൻ്റെ വേരുകൾ, पैर കാല്, ഓക്കെ, തലേ ഇസ് മിട്ടി, ആ വേരുകൾ പോലെ ആ മണ്ണിനാണ് എല്ലാ കോംപ്ലിമെൻറ്റും കൊടുക്കേണ്ടത്, ശ്രേയ. जिसमें मैं न जाने कहाँ मेरी जड़ें कोई हैं, मुझे भी नहीं पता कि जड़ें कहाँ कहाँ पर
ഫെല ഹുവാ ഹെ. ജഡയെന്ന് വെച്ചാൽ വേര്. എനിക്ക് തന്നെ അറിയില്ല ഈ മണ്ണ് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വേരിനെ. എന്തിന്? പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. കാറ്റും മഴയും കൊടുങ്കാറ്റും ഒക്കെ വരുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആ വേര് ഇങ്ങനെ പടർന്നിരിക്കുകയാണ്. ആരെ സഹായത്തോടെ? മണ്ണിൻ്റെ സഹായത്തോടെ. അതുകൊണ്ട് എനിക്ക് കോംപ്ലിമെൻ്റ് ഒന്നും വേണ്ട. കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കൂ? ഈ മണ്ണിന് കൊടുക്കൂ. ഇൻഡയറക്റ്റ്ലി പറയാണ്. ഏതൊരു പൊസിഷനിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ എല്ലാം നമ്മളുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. പല ആൾക്കാരുടെയും ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലെത്തിയെന്ന് തന്നെ വിചാരിക്കണം. എപ്പോഴും പാസ്റ്റിനെ പറ്റിയിട്ട് ഒരു ഓർമ്മ ഉണ്ടാവണം. എപ്പോഴും പാസ്റ്റിനെ പറ്റിയിട്ട് ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് കവി ഇൻഡയറക്റ്റ്ലി പറയുന്നത്. ഓക്കെ, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം ചെറിയ സഹായമായിരിക്കും ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്നാലും അത് എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം. നമുക്ക് അവർക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അവർ ചെറിയ ചെയ്ത സഹായങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. പറ്റിയില്ലെങ്കിലും അത് നമ്മളെ ഓർമ്മയിൽ മനസ്സിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ജിസ്മേ ന ജാനെ കഹാ മേരി ജഡേ കോയി ഹെ. എനിക്ക് തന്നെ അറിയില്ല എവിടെയൊക്കെയാണ് എൻ്റെ വേര് പോയി പതിഞ്ഞിട്ടുള്ളത്. ഊപ്പർ ഉഠാഹു ഉത്നാ ഹി ആകാശ് മേ. ഊപ്പർ ഉഠാഹു, ഞാനിങ്ങനെ പൊന്തി പോവാണ്. ആകാശ് ചൂനെ കെ ലിയെ ऐसे ഉഡ് ഖടാ ഹൂ. ഞാൻ ഇങ്ങനെ ആ നിലനിൽക്കുന്നുണ്ട് തന്നെ. അത് എന്തുകൊണ്ടാണ്? ആ മണ്ണ് എൻ്റെ വേരിനെ പിടിച്ച് നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരെ നിൽക്കുന്നതെന്ന് പറയാണ്. ഊപ്പർ ഉഠാഹൂ, എപ്പോഴും ആലോചിക്കുകയാണ്. എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ എന്നെ ഈ ഒരു സ്ഥിതിയിൽ എത്തിച്ച ആൾക്കാരെ ഞാൻ എന്നും ഓർക്കുകയാണ്. ഓക്കെ, ഊപ്പർ ഉഠാഹൂ ഉത്നാ ഹി ആകാശ് മേ. ഇപ്പം ഞാനൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ഈ ഒരു എൻ്റെ ഇത്രയും വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഗോസ് ടു എവിടെ? മണ്ണ്, സോയിലിന് അല്ലേ? യാക്കി സൂക്ക് टूट होके टूट जाता है, श्रेय है तो मेरे पैरों तले इस मिट्टी को, जिसमें न जाने कहाँ मेरी जड़ें कोई हैं, ऊपर उठा हूँ उतना ही आकाश में. ഇതൊക്കെ കിസ്കി ഫൽസേ. ഇതൊക്കെ ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ആളാണ് അതിനൊക്കെ കാരണം. മിട്ടിയാണ് കാരണം എന്ന് പറയാണ്. जितना कि मेरे जड़े नीचे धूर धरती में समाई हैं. जितना कि എത്ര ആഴത്തിൽ പോയിട്ടുണ്ടാവും എൻ്റെ ആ ജഡേ വേരുകൾ. मेरी जड़े नीचे धूर धरती में समाई हैं. श्रेय कुछ मेरा नहीं है. എനിക്ക് എൻ്റെ ഞാനൊന്നുമല്ല. मेरा नहीं है जो है इन നാംഹീൻ മിട്ടിക. ഞാൻ എന്താണോ അതിനൊക്കെ കാരണക്കാരൻ ആരാണ്? ഈ മണ്ണാണ്. ഞാനിപ്പോൾ ഏത് പൊസിഷനിലാണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിലനിൽക്കുന്നുണ്ട് തന്നെ അതിൻ്റെ ഒക്കെ കാരണം ആരാണ്? ഈ മണ്ണാണെന്ന് പറയാണ്. और हाँ, इन सब उगने डूबने भरने चीजने बदलने मलने पसीजने, हाँ केवल मिट्टी ही नहीं, मिट्टियाण ഏറ്റവും മെയിൻ. केवल मिट्टी ही नहीं, कौन है? सूरज है. उगते हैं सूरज तभी मेरे पत्तों को क्या खाने मिलते हैं അല്ലേ? നമുക്കറിയാം ആ പ്രോസസ്, ഫോട്ടോസിന്തസിസ് അല്ലേ? ഭർനെ खींचने बदलने मलने पसीजने, ബാദൽ കി ഗരജനെ കി ആവാസ്. വെള്ളം ഇല്ലെങ്കിൽ വളരൂല അല്ലേ? പസീജനെ तो क्या है? सभी की सहायता से इस प्रकृति में जो कुछ है, ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഞാനിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നത്.
ഈ ഒരു പ്രകൃതി പ്രകൃതിയാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയാണ് പേട്. ഓക്കെ, സൂര്യപ്രകാശം വേണം, എനിക്ക് വെള്ളം വേണം, അതേപോലെ ശാന്തമായ കാറ്റുണ്ടായിരിക്കണം. അപ്പം എല്ലാം വേണം. അതേപോലെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഭൂമിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി മണ്ണും വേണം. അപ്പോൾ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ ഇത്രയും വർഷം ഒരു പോറൽ പോലും ഏൽക്കാണ്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവരുടെയൊക്കെ സഹായത്തോടെയാണെന്ന് പറയാണ്. ഓക്കെ, जितना कि मेरी जड़ें नीचे धूर धरती में समाई हैं, श्रेय कुछ मेरा नहीं जो है इन नामहीन मिट्टी का, और हाँ इन सब उगने, ढूंपने, भरने, चीजने, बदलने, मलने, पसीजने, बनने मिटने वालों का भी सदियों से मैंने बस एक सीख पाई है, जो मरण धर्म है वे ही जीवनदायी है. बहुत बनने ഞാൻ ഉണ്ടായത്, മിട്നെ ചില എൻ്റെ ഓരോരോ അവയവങ്ങൾ അല്ലേ, ഇലകൾ കൊഴിയുന്നുണ്ട്, അതേപോലെ ബ്രാഞ്ചസ് പൊട്ടി വീഴുന്നുണ്ട്. ഇപ്പം പല അല്ലെങ്കിൽ മേലെയുള്ള കൊമ്പ് കാറ്റിന് പൊട്ടി വീഴുന്നുണ്ട്. ഭന്നെ മിട്നെ മേ സബീ മേരെ സഹായത കിയാ ഹൈ, സദിയോ സെ മേനെ ബസ് ഏക് ഹി സീഖ് പായി ഹൈ. ഞാൻ എത്രയോ കാലങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എനിക്ക് ഒരു സീഖ് പായി ഹൈ എന്ന് വെച്ചാൽ എനിക്ക് ഒരു മെസ്സേജാണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ല എനിക്കൊരു മെസ്സേജാണ് കിട്ടിയത്. സീഖ് ബസ് ഏക് സീഖ് പായി ഹൈ ജോ മരണ ധർമ്മോ ഹൈ വേ ഹി ജീവൻ ദായി ഹൈ. जो मरण धर्म है वे ही जीवन दायी है. जो दूसरों के लिए मरता है वही एक अच्छा आदमी बनता है, वही जीने योग्य वाला व्यक्ति बनता है. നമ്മൾ പറയില്ലേ, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാവും. അതേപോലെ ആവണം നമ്മളുടെ മനുഷ്യൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളും. നമ്മൾ ഉദാരമായി സേവിക്കണം അല്ലെ, ഒന്നും ആഗ്രഹിക്കാണ്ട് മറ്റുള്ളവരെ സേവിക്കണം അല്ലെ, ത്യജിക്കാനുള്ളൊരു മനസ്സ്, സാക്രിഫൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതം ഒരു സക്സസ്ഫുൾ ആവുമെന്ന് പറയൂ. അല്ലെ നമ്മൾ പറയുന്നില്ലേ, നമ്മളുടെ സിഗ്നേച്ചർ നമ്മളിവിടെ വിട്ടിട്ട് പോകണം, നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് ഒരു തെളിവ് എന്തെങ്കിലുമൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി നമ്മളും ചെയ്യണം. അതെങ്ങനെ നമ്മൾ സേഫായി നിന്ന് നമുക്കൊന്നും പറ്റരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. നമ്മളുടെ ലൈഫ് പോലും നമ്മൾ ലൈഫ് വെച്ച് തന്നെ നമ്മൾ കളിക്കണം. മീൻസ് ലൈഫ് വെച്ച് കളിക്കുകയെന്ന് വെച്ചാൽ ഓരോന്നിൽ തെറ്റായ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എടുത്ത് ചാടണം എന്നല്ല പറയുന്നത്. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്ക് മാത്രം, അങ്ങനെയുള്ള ആൾ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ എന്ന് പറയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സേവിക്കാനും ത്യജിക്കാനും തയ്യാറാകുന്ന ആൾക്കാർ മാത്രമേ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഓക്കെ, സ്വന്തം കാര്യം സിന്ദാബാദ്, അല്ലെങ്കിൽ സ്വന്തം ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അതൊന്നും ഒരു ജീവിതമേ അല്ല എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ബന്നെ മിട്ടനെ വാലോं का भी
बहुत सारे लोगों ने मेरे बनने के लिए और मिटने के लिए मदद किए हैं. सदियों से मैंने बहुत सदियों से मैंने देखा है, सीख मुझे मिला है. എനിക്ക് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എനിക്ക് ഒരു അറിവ് കിട്ടിയതാണ്. സീഖ് പായി ഹെ मैंने. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. जो मरण धर्मा है, जो दूसरों के लिए मरने के लिए भी तैयार है, वही जीवनदायी है. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ലോകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ पेड़ कहानी. पेड़ अपने को क्या समझते हैं? पेड़ अपने को बहुत कुछ देने वाले हैं पेड़. फिर भी वो कह रहे हैं कि मैं तो कुछ नहीं हूँ, मैं तो कुछ नहीं हूँ. मैं केवल इन सभी की सहायता से, इन सभी माने कौन कौन? मिट्टी की सहायता से, सूर्य की सहायता से, चंद्रमा की सहायता से, मेघ की सहायता से ऐसे जीवन बिता रही हूँ. मेरा एक ही संदेश है आपको, मेरा एक ही उपदेश है आपको. आप भी निस्वार्थ से अपना जीवन बिताइए. ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സങ്കടം ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് വരുന്ന നേട്ടങ്ങളൊക്കെ നമുക്ക് സന്തോഷിക്കാം, ബോണസാണെന്ന് കരുതാം. ഓക്കെ, അപ്പം പ്രകൃതിനെ പറ്റിയിട്ടും നമുക്ക് ഈ പേട് എന്തൊക്കെയാണ് ഉപദേശങ്ങൾ നൽകുന്നതും അതൊക്കെയാണ് ഇതിൻ്റെ സാരാംശമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.